ലേവ്യർ 20-ാം അധ്യായം. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: ഇസ്രായേല്യരോട് നീ പറയണം, ഇസ്രായേല്യരിൽ നിന്നോ ഇസ്രായേലിൽ തത്കാലവാസം നടത്തുന്ന പ്രവാസിയിൽ നിന്നോ ആരെങ്കിലും തൻ്റെ സന്തതികളിൽ ആരെയെങ്കിലും മോളക്കിന് അർപ്പിച്ചാൽ നിശ്ചയമായും അവൻ കൊല്ലപ്പെടണം. നാട്ടുകാർ അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. എൻ്റെ വിശുദ്ധസ്ഥലം മലിനമാക്കാനും എൻ്റെ പരിശുദ്ധനാമം അവഹേളിക്കാനുമായി തൻ്റെ സന്തതികളിൽ ആരെയെങ്കിലും അവൻ മോളക്കിന് അർപ്പിച്ചതുകൊണ്ട് അവനെതിരെ ഞാൻ എൻ്റെ മുഖം തിരിക്കുകയും സ്വജനത്തിനിടയിൽ നിന്ന് അവനെ വിച്ഛേദിക്കുകയും ചെയ്യും. അവൻ മോളക്കിന് തൻ്റെ സന്തതികളിൽ ആരെയെങ്കിലും അർപ്പിച്ചപ്പോൾ അവനെ കൊല്ലാതിരിക്കാനായി നാട്ടുകാർ അവനിൽ നിന്ന് മനഃപൂർവ്വം തങ്ങളുടെ കണ്ണുകളടച്ചാൽ ഞാൻ എൻ്റെ മുഖം അവനും അവൻ്റെ കുടുംബത്തിനുമെതിരെ തിരിക്കും. അവനെയും മോളക്കിന് പിന്നാലെയുള്ള വ്യഭിചാരത്തിന് അവനോടൊപ്പം വ്യതിചലിച്ച എല്ലാവരെയും അവരുടെ ജനത്തിനിടയിൽ നിന്ന് വിച്ഛേദിക്കുകയും ചെയ്യും. മൃതസമ്പർക്ക വിദ്യക്കാരിലേക്കും മന്ത്രവാദികളിലേക്കും അവർക്ക് പിന്നാലെ വ്യഭിചരിച്ചു നടക്കാനായി ഒരു വ്യക്തി തിരിഞ്ഞാൽ ആ വ്യക്തിക്കെതിരെ ഞാൻ എൻ്റെ മുഖം തിരിക്കുകയും അവനെ സ്വജനത്തിനിടയിൽ നിന്ന് വിച്ഛേദിക്കുകയും ചെയ്യും. ആകയാൽ നിങ്ങൾ നിങ്ങളെത്തന്നെ പവിത്രീകരിച്ച് പരിശുദ്ധരായിരിക്കുവിൻ. കാരണം ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. എൻ്റെ ചട്ടങ്ങൾ നിങ്ങൾ പാലിക്കുകയും അവ അനുഷ്ഠിക്കുകയും ചെയ്യുവിൻ. ഞാനാണ് നിങ്ങളെ പവിത്രീകരിക്കുന്ന കർത്താവ്. തൻ്റെ പിതാവിനെയോ മാതാവിനെയോ ശപിക്കുന്ന ഓരോ ആളും നിശ്ചയമായും വധിക്കപ്പെടണം. തൻ്റെ പിതാവിനെയോ മാതാവിനെയോ ശപിച്ചതിനാൽ അവൻ്റെ രക്തം അവൻ്റെ മേൽ തന്നെ ആയിരിക്കും. ഭർതൃമതിയുമായി വ്യഭിചരിക്കുന്നയാൾ, തൻ്റെ അയൽക്കാരൻ്റെ ഭാര്യയുമായി വ്യഭിചരിക്കുന്നയാൾ നിശ്ചയമായും വധിക്കപ്പെടണം. വ്യഭിചരിക്കുന്നവനും വ്യഭിചരിക്കുന്നവളും വധിക്കപ്പെടണം. സ്വപിതാവിൻ്റെ ഭാര്യയോടൊത്ത് ശയിക്കുന്നവൻ സ്വപിതാവിൻ്റെ നഗ്നത തന്നെ അനാവൃതമാക്കുന്നു. അവരിരുവരും വധിക്കപ്പെടണം. അവരുടെ രക്തം അവരുടെ മേലായിരിക്കട്ടെ. ഒരാൾ തൻ്റെ മരുമകളോടൊത്ത് ശയിച്ചാൽ ഇരുവരും നിശ്ചയമായും വധിക്കപ്പെടണം. അവർ പ്രകൃതി വിരുദ്ധത ചെയ്തിരിക്കുന്നു. അവരുടെ രക്തം അവരുടെ മേലായിരിക്കട്ടെ. ഒരുവൻ പുരുഷനോടുകൂടെ സ്ത്രൈണശയനം നടത്തിയാൽ ഇരുവരും പ്രവർത്തിക്കുന്നത് മ്ലേച്ഛതയാണ്. അവർ നിശ്ചയമായും വധിക്കപ്പെടണം. അവരുടെ രക്തം അവരുടെ മേലായിരിക്കട്ടെ. ഒരാൾ ഒരു സ്ത്രീയെയും അവളുടെ അമ്മയെയും പരിഗ്രഹിച്ചാൽ അത് അവിഹിത വേഴ്ചയാകുന്നു. അവനെയും അവരെയും അഗ്നിയിൽ ദഹിപ്പിക്കണം. നിങ്ങളുടെ ഇടയിൽ ഹീനകൃത്യം ഉണ്ടാകാൻ പാടില്ല. ഒരുവൻ മൃഗവുമായി വേഴ്ച നടത്തിയാൽ അവൻ നിശ്ചയമായും വധിക്കപ്പെടണം. മൃഗത്തെയും നിങ്ങൾ കൊല്ലണം. ഒരു സ്ത്രീ തന്നോട് വേഴ്ച നടത്താനായി ഏതെങ്കിലും ഒരു മൃഗത്തെ സമീപിച്ചാൽ സ്ത്രീയെയും മൃഗത്തെയും നീ വധിക്കണം. അവർ നിശ്ചയമായും വധിക്കപ്പെടണം. അവരുടെ രക്തം അവരുടെ മേലായിരിക്കട്ടെ. ഒരുവൻ തൻ്റെ പിതാവിൻ്റെ മകളോ മാതാവിൻ്റെ മകളോ ആയ തൻ്റെ സഹോദരിയെ പ്രാപിക്കുക വഴി അവളുടെ നഗ്നത അവൻ കാണുകയോ അവൻ്റെ നഗ്നത അവൾ കാണുകയോ ചെയ്താൽ അത് ദുഷ്കീർത്തിയാണ്. തങ്ങളുടെ ജനവിഭാഗ സമക്ഷം അവർ വിച്ഛേദിക്കപ്പെടണം. അവൻ തൻ്റെ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കിയിരിക്കുന്നു. അവൻ അതിൻ്റെ കുറ്റം വഹിക്കണം. ആർത്തവമുള്ള സ്ത്രീയോടുകൂടെ ശയിക്കുകയും അവളുടെ നഗ്നത അനാവൃതമാക്കുകയും ചെയ്യുന്ന ഒരുവൻ അവളുടെ സ്രവം അനാവൃതമാക്കുന്നു. അവൾ തൻ്റെ രക്തസ്രാവം പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു. അതിനാൽ അവരിരുവരും സ്വജനത്തിനിടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. നിന്റെ മാതൃസഹോദരിയുടെയോ പിതൃസഹോദരിയുടെയോ നഗ്നത നീ അനാവൃതമാക്കരുത്. എന്തെന്നാൽ അവൻ സ്വന്തം മാംസത്തെയാണ് നഗ്നമാക്കിയിരിക്കുന്നത്. അവർ തങ്ങളുടെ കുറ്റം വഹിക്കണം. തൻ്റെ അമ്മായിയോടൊപ്പം ശയിക്കുന്നവൻ തൻ്റെ അമ്മാവൻ്റെ നഗ്നത അനാവൃതമാക്കുന്നു. തങ്ങളുടെ പാപം അവർ വഹിക്കണം. അവർ മക്കളില്ലാതെ മരിക്കട്ടെ. ഒരുവൻ സഹോദര ഭാര്യയെ പ്രാപിച്ചാൽ അത് നിഷിദ്ധ സംഗമമാണ്. അവൻ തൻ്റെ സഹോദരൻ്റെ തന്നെ നഗ്നതയാണ് അനാവൃതമാക്കുന്നത്. അവർ സന്താനരഹിതരാകട്ടെ. വസിക്കാനുള്ള ഇടമായി നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്ന നാട് നിങ്ങളെ പുറന്തള്ളാതിരിക്കാൻ നിങ്ങൾ എൻ്റെ എല്ലാ ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും പാലിക്കുകയും അവ അനുഷ്ഠിക്കുകയും ചെയ്യണം. നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാൻ നിഷ്കാസനം ചെയ്യുന്ന ജനതയുടെ സമ്പ്രദായങ്ങളിൽ നിങ്ങൾ ചരിക്കരുത്. കാരണം അവർ ഇവയെല്ലാം ചെയ്യുന്നതിനാൽ അവരോട് എനിക്ക് വെറുപ്പാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അവരുടെ മണ്ണ് കൈവശമാക്കും. പാലും തേനും ഒഴുകുന്ന നാട് നിങ്ങൾക്ക് കൈവശമാക്കാനായി ഞാൻ തരും. നിങ്ങളെ ജനങ്ങളിൽ നിന്ന് വേർതിരിച്ച ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. അതിനാൽ ശുദ്ധിയുള്ളതും മലിനവുമായ മൃഗഗണം തമ്മിലും മലിനവും ശുദ്ധിയുള്ളതുമായ പക്ഷിഗണം തമ്മിലും നിങ്ങൾ വേർതിരിക്കണം.
മലിനമെന്ന് പ്രഖ്യാപിക്കാൻ ഞാൻ നിങ്ങൾക്കായി വേർതിരിച്ചിട്ടുള്ള മൃഗഗണം വഴിയോ പക്ഷിഗണം വഴിയോ നിലത്തിഴയുന്ന ഏതെങ്കിലും വഴിയോ നിങ്ങൾ നിങ്ങളുടെ ആത്മാക്കളെ നിന്ദ്യമാക്കരുത്. നിങ്ങൾ എനിക്ക് പരിശുദ്ധരായിരിക്കണം. എന്തെന്നാൽ കർത്താവായ ഞാൻ പരിശുദ്ധനാകുന്നു. എൻ്റേതായിരിക്കാൻ നിങ്ങളെ ഞാൻ ജനങ്ങളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ അവരിൽ മൃതസമ്പർക്ക വിദ്യക്കാരനോ മന്ത്രവാദിയോ ഉണ്ടെങ്കിൽ അവർ നിശ്ചയമായും വധിക്കപ്പെടണം. അവരെ കല്ലെറിഞ്ഞു കൊല്ലണം. അവരുടെ രക്തം അവരുടെ മേലായിരിക്കട്ടെ.